കടലിരമ്പുന്ന തീരത്തുനിന്ന് ക്യാൻവാസിന്റെ വിസ്മയങ്ങളിലേക്ക് സഞ്ചരിച്ച കലാകാരനാണ് തോമസ് ദേവദാസൻ. സ്കൂൾ കാലഘട്ടത്തിൽ ചിത്രരചനയോടുള്ള താല്പര്യത്തിന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാതെ പോയപ്പോഴും കലാവിദ്യാഭ്യാസത്തിന് ഇന്നും നമ്മുടെ വ്യവസ്ഥിതിയിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്തപ്പോഴും സ്വയം ആർജിച്ചെടുത്ത കരുത്തുകൊണ്ട് ചിത്രലിപികളുടെ വിസ്മയലോകത്ത് ശ്രദ്ധേയനാകേണ്ടിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കടപ്പുറത്തെ ജീവിതാനുഭവങ്ങളെ നിറക്കൂട്ടുകളാക്കി മാറ്റിയ പൂന്തുറക്കാരനായ തോമസ് തൻ്റെ വഴികൾ തനിയെ തെളിച്ച പ്രതിഭയാണ്. കടലോരത്തു നിന്നുയർന്നു വരേണ്ടിയിരുന്ന എത്രയോ സർഗപ്രതിഭകൾ സംവിധാനങ്ങളുടെ പിന്തുണയില്ലാതെ വഴിതിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹം തൻ്റെ സർഗാത്മകതയെ കെടാതെ കാത്തുസൂക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ അന്താരാഷ്ട്ര വേദികളിലും പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ തോമസ് എന്ന കലാകാരൻ തൻ്റെ ശിഷ്യരിലൂടെയും മക്കളിലൂടെയും ആ കലയെ വരും തലമുറയ്ക്കായി പകർന്നു നൽകുകയാണ്. തൻ്റെ വേരുകളെ മറക്കാത്ത ഈ പ്രിയ ചിത്രകാരനുമായി സീ ട്രൈബ്സ് സംവദിക്കുന്നു. ചിത്രരചനയോട് താല്പര്യം തോന്നി തുടങ്ങാൻ കാരണം കുഞ്ഞുനാളുകളിൽ നമ്മളിവിടെ കളിക്കാനൊക്കെ ബീച്ചിലോട്ട് പോകും. അപ്പോഴേ ഈ മറ്റേ ചമ്പ കളി ഒക്കെ ഉണ്ടല്ലോ, ബീച്ചിലെ ഗെയിം, ചമ്പ കളിക്കുന്നത്, പിന്നെ പാച്ചമന്, ഇതൊക്കെ അവർ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ വരച്ച് കളിക്കും. ഇത് നോക്കി നമ്മളിങ്ങനെ ഇതിൽ വരയ്ക്കും. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ കുഞ്ഞ് പ്രായത്തിൽ ചേട്ടന്മാർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, അപ്പോൾ എനിക്കൊരു 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള സമയങ്ങളിൽ അവർ ഒരു ബുക്കും ഒരു പെൻസിലൊക്കെ തരും. അതായത് അത് എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ വരയ്ക്കാനോ എഴുതാനോ എന്തെങ്കിലും തന്നിട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വരച്ച് കൂട്ടുന്നത് ചിലപ്പോൾ അത് പക്ഷിയെ പോലെയോ എന്തെങ്കിലും ഒരു ആർട്ട് അതിൽ കാണും. അപ്പോൾ അവർ പറയും, കൊള്ളാം, ഇത് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്, അതിലെങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ അവർ പറയും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ചേട്ടന്മാർ വരയ്ക്കും. അപ്പോൾ അവർ വരയ്ക്കുന്നത് നോക്കിയിരിക്കുമല്ലോ, കുഞ്ഞു പ്രായത്തിൽ നോക്കിയിരിക്കും. അപ്പോൾ അവരിങ്ങനെ ചെയ്യുന്നതിനെ നോക്കി ഞാനിങ്ങനെ വരച്ച് തുടങ്ങും. അവർ കൊള്ളാം എന്ന് പറഞ്ഞവർ പറയും. കൊള്ളൂലെന്ന് പറയില്ല, ഞാൻ ഏറ്റവും ഇളയ ആളായതുകൊണ്ട് അവർ പറയുമല്ലോ, കൊച്ചു കുട്ടിയായതുകൊണ്ട് അവർ പറയും കൊള്ളാമെന്ന് പറയും. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് ആ സമയത്തിലേ ഉണ്ട്, കുഞ്ഞു പ്രായത്തിലേ എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോഴും കുട്ടികളുടെ കൂട്ടത്തിരിക്കുമ്പോഴും ഞാനിങ്ങനെ വരയ്ക്കും. അപ്പോൾ പറയുമോ, തോമസ് വരയ്ക്കുന്നത് ഭയങ്കര രസമായിരിക്കുന്നു, നന്നായിരിക്കുന്നതൊക്കെ അവർ അങ്ങനെ കൂട്ടുകാർ പറയാൻ തുടങ്ങും. പിന്നെ അപ്പോഴും നമ്മളൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പൂന്തറയിൽ. അദ്ദേഹം നമ്മുടെ നാട്ടുകാർ അയാളെ പ്ലൈറ്റുകാരോ എന്ന് പറയും, അയാളുടെ പേര് വേറെയാണ്. അദ്ദേഹം ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കും, നമ്മുടെ ഈ ചുമരെഴുത്തും അല്ലാതെ ഇങ്ങനെ രാജീവ് ഗാന്ധിയുടെയും സെൻറ്റ് തോമസിൻ്റെ വലിയ പ്രതിമയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്യുമ്പോൾ വെച്ച് നോക്കി നിൽക്കും, അയാൾ ചെയ്യുന്ന സ്റ്റൈല്. അങ്ങനെ അത് കണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമല്ലോ. പിന്നെ അങ്ങനത്തെ ശീലമുണ്ട്. പിന്നെ എൻ്റെ ചേട്ടന്മാരാണെങ്കിലും മറ്റേ ചില സാധനമൊക്കെ എഞ്ചിനീയറിംഗ് വർക്കൊക്കെ അതിന് നന്നായിട്ട് ചെയ്യുന്നതാണ്. കുഞ്ഞു പ്രായത്തിലേന്നും ചെറിയ ബോട്ടുകളും ചെറിയ മെഷീൻ ഇത്തരം സാധനങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോൾ ഇത് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ വരും. അവർ കുഞ്ഞു വയസ്സിൽ തന്നെ ഈ മറ്റേ മോട്ടറുണ്ടല്ലോ, നമ്മുടെ ചില കാറിലൊക്കെ വരുന്ന സാധനം, അതെടുത്ത് മറ്റേ നമ്മുടെ മെഷീനൊക്കെ ഉണ്ടാക്കി ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ടാക്കി അവരിങ്ങനെ വിടുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ തുഴഞ്ഞു അതൊക്കെ കാണും. പിന്നെ അതിനൊക്കെ അവർ ഒരു ഇതും വരയ്ക്കും. അപ്പോൾ അതൊക്കെ നോക്കിയാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എഴുതാൻ തുടങ്ങിയത്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ പറയും വരയ്ക്കുന്നത് നല്ല രസമാണ്, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് ജോൺസൺ ജെമൻ്റ്. പുള്ളി സെമിനാരിൽ പോയിട്ട് ലീവിന് വരുമ്പോഴേ എന്നെ കാണാൻ വരും. അപ്പോഴും ഞാനൊരു പെട്ടിക്കകത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ സൂക്ഷിക്കും. അപ്പോൾ ജോൺസൺ വരുമ്പോഴെന്നെ കാണാൻ വരും. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നോക്കുമ്പോഴും പറയും, ഇനി വരയ്ക്കണം, ഇതൊന്നും കളയാതെ സൂക്ഷിക്കുക, ഇതുപോലെ ഒരു നമുക്ക് ഇത് കുറച്ച് ഇതാണെന്ന് പറഞ്ഞിട്ട് പറയാൻ അന്നൊക്കെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ബീച്ചിലൊക്കെ നടക്കും. അപ്പോൾ ബീച്ചിൽ നടന്നു പോകുമ്പോഴും നമ്മളവിടെ ഇരിക്കും, ഇരുന്ന് കറങ്ങി നടക്കുന്ന സമയത്തൊക്കെ ആർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ വരച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഞാൻ വേറെ ജോലിക്കൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ജോൺസൺ
കോളേജ് പഠനം കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി. ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് പോയി കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. അങ്ങനെ വരാൻ സമയത്ത് അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ ഈ ചുമരെഴുത്തൊക്കെ എഴുതാൻ പോകും. പിന്നെ നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു കടയിൽ ജോലിക്ക് നിന്നു. നമ്മുടെ ഒരു ചേട്ടൻ്റെ പൂന്തുറയുള്ള ചേട്ടൻ പേട്ടയിലായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കാൻ സമയത്ത് ജോൺസൺ വരുമ്പോൾ കാണാൻ വരും. അങ്ങനെ ഒന്ന് കണ്ട് സംസാരിച്ച് നിൽക്കാൻ സമയത്താണ് ജോൺസൺ നേരത്തെ ഇങ്ങനെ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ഇങ്ങനെ ഒരു സ്കൂള് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ മൂന്നാറ്റുമുക്ക് പാലത്തിൻ്റെ സ്ഥലം വാങ്ങിച്ച് അങ്ങനെ സ്കൂള് തുടങ്ങേണ്ട എല്ലാ ഐഡിയയും പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാനവിടെ ആർട്ട് ക്ലാസ് തുടങ്ങി. പിന്നെ അവിടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കടലിനെ കുറിച്ചുള്ള വർക്കൊക്കെ ചെയ്തു തുടങ്ങിയതാണ്. ആ സമയം എനിക്ക് ഈ കടലിൽ വരയ്ക്കും, പിക്ചർ ഞാൻ വരയ്ക്കും. പക്ഷേ ഇതിനോട് അത്രയ്ക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആ സമയം എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ വരയ്ക്കും. പിന്നെയാണ് ജോൺസൺ പറഞ്ഞത് നമ്മുടെ ആൾക്കാരുടെ കൾച്ചർ, നമ്മുടെ ഈ ഭാഷ. അന്ന് ഞാൻ വിദേശത്തൊക്കെ പോയിട്ടൊന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അധികം നമ്മുടെ ഭാഷ സംസാരിക്കാറില്ല. പിന്നെ ജോൺസൺ പറഞ്ഞു നമ്മുടെ ഭാഷ നമ്മൾ സംസാരിക്കണം, മക്കളെയും പഠിപ്പിക്കണം എന്നൊക്കെ അങ്ങനെ സംസാരിച്ചിരിക്കാൻ സമയത്ത് ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഐഡിയ ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഈ ആർട്ട്, കടലിനെ കുറിച്ചുള്ള ആർട്ട് നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ചെയ്തു വന്നാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. നമ്മുടെ ആൾക്കാരെക്കുറിച്ചും നമ്മുടെ ഓരോ കാര്യങ്ങളും ഇതിനൊക്കെ ജോൺസൺ ചെമ്മൻ്റാണ് എനിക്ക് ഈ കടലിനെ ഇത്രയും ആഴത്തിൽ വരയ്ക്കേണ്ട ഒരു ഐഡിയ പറഞ്ഞു തന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ടുണ്ട് സിംസൺ. പുള്ളി ഞാൻ എന്ത് ചെയ്താലും വന്ന് എന്നെ വഴക്ക് പറയും. ആദ്യമൊക്കെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പിന്നെയാണ് പുള്ളി വഴക്ക് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. ഞാൻ നന്നായിട്ട് ചെയ്യാനായിട്ട് എത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ചെയ്യാനായിട്ട് പുള്ളിയുടെ സപ്പോർട്ട്. ഇന്ന സ്ഥലത്ത് വരച്ചാൽ ഇന്ന സ്ഥലത്ത് വരച്ചുകൊണ്ട് നന്നായിട്ട് വരച്ചു. അപ്പോൾ നന്നായിട്ട് വരച്ചു ശരി. പക്ഷേ അവർ പറയണമെന്നറിയാമോ, നീ വരച്ചത് മോശമാണ്, അതങ്ങനെ. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ ഒരാൾക്കാരുടെ രീതി എന്താണ്. ശരിക്കുള്ള ആർട്ടിസ്റ്റാണെങ്കിൽ പറയും കൊള്ളാം നന്നായിരിക്കും എന്ന് പറയും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് നമുക്ക് കിട്ടാറുണ്ട്. എൻ്റെ സെൽവിയെ കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ആർട്ടിസ്റ്റായിട്ട് മാറാനുള്ള ഒരു ഇത് വരും. അതായത് എൻ്റെ കഴിവ് അതെങ്ങനെയും ചെയ്യണമെന്നുള്ളൊരു താല്പര്യം വരുന്ന അങ്ങനെയാണ്. സാധാരണ ആൾക്കാരെന്നറിയോ ഇതിന് സമയം കളയുന്നതിനാണ്, ജോലിക്ക് പോയി കാശ് കൊണ്ടുപോകുക എന്നൊക്കെ പറയും. അതെ, ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്ന മുമ്പൊക്കെ ഞാൻ എല്ലാ ദിവസവും അധ്വാനിച്ച് കാശ് കൊടുക്കും, വീട്ടിൽ കൊടുക്കും ഞാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങളെ ഈ കഴിവ് പുറത്ത് വരട്ടെ, നിങ്ങളിത് ചെയ്യണം, ഇതിൻ്റെ കൂട്ടത്ത് ജോലിക്കും പോകാൻ പറയും. അപ്പം അങ്ങനെയാണ് ഞാൻ വീടിനകത്തിരുന്ന് വരയ്ക്കാനും പറ്റുന്നുണ്ട്, അത്യാവശ്യം ജോലിക്കും പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ആർട്ട് സ്കില്ല് ഇത്രയും രീതിക്ക് വരാനായിട്ട് കൂട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ട്, വീട്ടിൽ വൈഫിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ നന്നായിട്ട് പോകുന്നു. പിന്നെ മക്കളും ഞാൻ വരയ്ക്കുന്നത് കണ്ട് പഠിച്ചതാണ്, അല്ലാതെ ഞാൻ അവർക്ക് കൂടുതൽ ക്ലാസ് കൊടുത്തിട്ടില്ല. അവർക്ക് താല്പര്യം തോന്നി അവർ വരച്ച് തുടങ്ങിയതാണ്. ചില ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കും, അവർ നല്ല രീതിക്ക് വരച്ച് വരുന്നുണ്ട്. പക്ഷെ ഞാൻ കുഞ്ഞു വയസ്സിൽ വരച്ചതിനേക്കാളും നന്നായിട്ട് അവർ വരയ്ക്കുന്നുണ്ട്. അതെ. അപ്പോൾ അന്ന് നമുക്ക് കിട്ടാത്ത മീഡിയമൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അവർക്ക്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അന്ന് നമ്മളെന്താ പറയുക 10 രൂപയുടെ വാട്ടർ പെയിൻറ്റിങ് വെച്ചിട്ടാണ് ഞാൻ ഈ മത്സരത്തിന് പോയി സമ്മാനം വാങ്ങുന്നത്. മനസ്സിലാകുന്നുണ്ട്. അതായത് പോകുന്ന സ്ഥലത്തൊക്കെ സമ്മാനം കിട്ടും, പക്ഷേ എൻ്റെ ഇരിക്കുന്ന സാധനം ഒരു 10 രൂപയുടെ സാധനമാണ്. അത് വെച്ചിട്ടാണ് ഞാൻ വരച്ച് സമ്മാനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും കുട്ടികൾക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ വീട്ടിലിപ്പോൾ ചേട്ടനും മൂത്ത ചേട്ടനും അച്ഛനൊക്കെ കടലിൽ പണിക്ക് പോകുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അച്ഛനൊക്കെ ഈ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഓരോ ഉപകരണങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ അവർ ഈ പങ്കൊക്കെ വീതിക്കുമ്പോഴൊക്കെ ഇവർ ചർച്ച ചെയ്യുമല്ലോ. പിന്നെ ഇവരിങ്ങനെ ഓരോ സമയത്തുള്ള ചെയ്യലും കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും. അത് നമ്മൾ കേട്ടിരിക്കും. പിന്നെ ഉപകരണങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കണ്ടു വളർന്നതാണ്. അങ്ങനെ കുറച്ച് ഐഡിയ ഉണ്ടാവും. പിന്നെ ആൾക്കാരോട് സംസാരിക്കുക ഞാനീ നമ്മുടെ മത്സ്യത്തൊഴിലാളികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരോട് സംസാരിക്കും. അങ്ങനെ കുറച്ച് ഐഡിയ ഒക്കെ വരും വരയ്ക്കാനായിട്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഇമാജിനേഷനിൽ കുറച്ചെടുക്കും. അത് എല്ലാ ആർട്ടിസ്റ്റുമാർക്കും ഉള്ളതാണ്. അത് വരുമ്പോഴാണ് അത് വർക്കായിട്ട് മാറുന്നത്, അല്ലാതെ കിട്ടത്തില്ല. നമ്മൾ എത്ര നോക്കിയാലും കിട്ടില്ല അത്. ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറേ ഞാനിങ്ങനെ ഇപ്പം നമ്മളൊരു കടലിൻ്റെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഞാൻ കുറേ ദിവസം കടലിൻ്റെ ബീച്ചിൻ്റെ അടുത്ത് ഇരുന്ന്
അതിൻ്റെ കളറിങ് എങ്ങനെയാണ്, തിരയുടെ പത വരുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി മനസ്സിലാക്കി കുറേ ആംഗിളിൽ അതിനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ആ, മേഘം ഓരോ സമയം ഓരോ കളറിൽ മാറുമല്ലോ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ചിലപ്പോൾ മഴ വരുമ്പോൾ ഒരു കളറായിരിക്കും. ഇതൊക്കെ വീക്ഷിച്ചിട്ട് നമുക്ക് ഇതൊക്കെ കൂട്ടി ചേർത്തിട്ട് നമ്മുടെ ഒരു വർക്കിന് എത്രയും ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കും. ചിലത് കാണുന്നതല്ല, ചിലപ്പോൾ ഫോട്ടോ ആയിരിക്കും നമ്മുടെ കൈ കിട്ടുന്നത്. നമ്മൾ വരയിലോട്ട് വരുമ്പോൾ ഫോട്ടോയെക്കാളും നന്നാക്കാനായിട്ട് ശ്രമിക്കും. അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. എനിക്ക് എല്ലാ മീഡിയവും ഇഷ്ടമാണ്. പെൻസിലായിരിക്കട്ടെ, പെൻ ആർട്ടായിരിക്കട്ടെ, അല്ലാതെ വാട്ടർ പെയിൻറ്റിങ് ആണോ, ക്രയോൺ ആണോ, എല്ലാ മീഡിയയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അക്രലിക്, ഓയിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കൂടുതൽ ഉപയോഗം അക്രലിക്കാണ്. അതാകുമ്പോൾ നമുക്ക് വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്ത് പോകാൻ പറ്റും. മറ്റത് ഓയിലാകുമ്പോൾ ഇതിനേക്കാൾ റിയലായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സമയം, എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിതും ഈ മീഡിയം ഉപയോഗിച്ച് പോകുന്നത്. മാക്സിമം നന്നാക്കാനായിട്ട് ശ്രമിക്കും. എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് എൻ്റെ വർക്കിനെ എനിക്ക് തോന്നുന്നത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും അത് ഓക്കെയാണ്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ആയില്ല. ഓരോ വർക്ക് ചെയ്ത് തീർക്കുമ്പോൾ തൃപ്തിയാവില്ല. അതെ, കുറേ മത്സ്യങ്ങളങ്ങനെ ബാക്കിൽ നിൽക്കുമ്പോൾ ഈ 2 മത്സ്യങ്ങളിങ്ങനെ സംസാരിച്ചൊരു എന്താ പറയുക, സ്നേഹപ്രകടനം നടത്തുന്ന പോലൊരു ഫീലാണ് അതിന് നമ്മൾ കാണുന്നത്. പിന്നെ ഈ നമുക്കെന്തായാലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു റൂമിനകത്ത് ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മളൊരു കാഴ്ച കാണുമല്ലോ, അതുപോലെ അതിലൊരു ഫീലെന്ന് വെച്ചാൽ ഒരു മത്സ്യം വെള്ളത്തിനടിയിൽ നിൽക്കുന്നു, ഒരു മത്സ്യം ആകാശം നോക്കി നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിന് തിരിച്ചൊന്ന് പറയാം, ഈ പുറം ലോകത്ത് വേറെ ഒരു ലോകം ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഫീൽ അതിനകത്ത് ഉണ്ടാകും പിക്ചറിനകത്ത്. അച്ഛൻ്റെ ചിത്രം വരയ്ക്കാനായിട്ട് ആഗ്രഹം കുറച്ച് നാളുകൊണ്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫോട്ടോ, അതായത് എൻ്റെ കൊച്ചച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ ഒരു സ്റ്റൈലിൽ, അച്ഛൻ ഇങ്ങനെ ഫോസിലൊക്കെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ദൂരത്തിരുന്നിട്ട് എൻ്റെ ഫോൺ വെച്ചൊരു ഫോട്ടോസ് എടുത്തു. ആ ആംഗിൾ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ അതിനെ ഒരു കളർഫുള്ളാക്കി അത് വരച്ചെടുത്തതാണ്. സംഭവിച്ചത് നമ്മുടെ കൊറോണ സമയത്ത് വീട്ടിലായിരുന്നല്ലോ. ആ സമയത്തൊരു 7 ദിവസമായി ആ ഒരു വർക്ക് ചെയ്ത് തീർന്നത്. അതെ. അത് നല്ല ഭംഗിയാണ്. അച്ഛൻ്റെ കണ്ണിൻ്റെ കളറും, അച്ഛൻ ഈ വസൂരിയുടെ തഴുമ്പൊക്കെ ഉണ്ടേ, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റി. പുതിയ തലമുറയ്ക്ക് ചിത്രരചനയോട് താല്പര്യമുള്ള കുട്ടികളുണ്ടാകും. അല്ലാതെ ഈ കഴിവുണ്ടായിട്ടും അതിനെ തിരിച്ചറിയാതെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ കുട്ടികളെ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ സ്കില്ല് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, ഇപ്പോൾ നന്നായിട്ട് ഫിഗർ വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും, അല്ലാതെ കളറിങ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, പിന്നെ ഇമാജിനേഷൻ വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ഓരോ കുട്ടികളുടെയും കഴിവെന്താണ് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യും. വരയിലോട്ട് അവർ മുന്നോട്ട് വരും. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരെയും ഒരേ കണക്കിന് കണ്ടു കഴിഞ്ഞാൽ ആരും ഇതാകത്തില്ല. കുട്ടികളിപ്പോൾ കൂടുതലും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഫേസ്ബുക്കൊക്കെ കൂടുതൽ, അതായത് കൊച്ചു കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ മൊബൈലിൻ്റെ ഒരു ഉപയോഗം വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ കുട്ടികളും അതിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കുട്ടികൾ നമ്മൾ വരയിലോട്ട് മാറുമ്പോൾ ഓരോ ചിത്രം വരയ്ക്കുമ്പോൾ അത്രയും സമയം ചിലവാക്കുന്നതനുസരിച്ച് അവരുടെ മൈൻഡും വർക്കാവും. ഇതെന്ന് അവർക്കൊരു മാറ്റം കിട്ടും. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ചിത്രങ്ങൾ, അതായത് നമ്മുടെ തീരദേശത്തെ കുട്ടികൾക്കാണെങ്കിൽ നല്ല കഴിവുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾ വരയ്ക്കും ഓരോ പ്രത്യേകത ഉണ്ടാകും. തീരദേശത്തെ കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ഓരോന്ന് മനസ്സിലാക്കി ചെയ്യുന്ന കുട്ടികളാണ്. ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞ സംഘടന, അതായത് ജോൺസൺ ജമൻറ്റ്, അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പുള്ളി ബ്ലൂ ഗ്രീൻ വഴി ഓഷൻ ആർട്ട് സ്കൂള് തുടങ്ങിയത് മരിയനാടായിരുന്നു ഫസ്റ്റ്. ആ സമയത്ത് എനിക്ക് ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ അവിടെ പോയി ഞാൻ കുട്ടികളെ കണ്ടപ്പോൾ അവിടുത്തെ 2 ആർട്ടിസ്റ്റുമാർ നന്നായിട്ട് വരയ്ക്കാനൊക്കെ നല്ല സ്കില്ല് കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കടലിൻ്റെ കുറച്ച് ഐഡിയ കിട്ടാനായിട്ട് ഞാൻ പോയി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടുത്തെ വല കെട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ഈ മിഷനൊക്കെ നേരെയാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്, വള്ളങ്ങളൊക്കെ ഇരിക്കുന്നു.
അപ്പോൾ അവരോട് ഓരോ കുട്ടികളെ 3-4 തലത്തിലാക്കിയിട്ട് അവരെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. വള്ളമാണെങ്കിൽ അല്ല വല കെട്ടുന്നതാണെങ്കിൽ കടലിൻ്റെ മണലും അതിൻ്റെ രീതിയൊക്കെ അവർ നോക്കിയപ്പോൾ ആ കുട്ടികൾ അവരുടെ ഐഡിയയിൽ നല്ല രീതി നല്ല മനോഹരമായിട്ട് അവർ ചിത്രങ്ങൾ വരച്ച് തന്നു. മരീനാടുള്ള കുട്ടികൾ. എൻ്റെ 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു, ഹാനിയും ഹാൽവിനും. അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് എൻ്റെ കൂട്ടത്തൊന്ന്. അപ്പോൾ അങ്ങനെ വന്ന് അവരും കൂടെ അവർ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചു. പിന്നെ ഞാനും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് കുട്ടികൾ പറഞ്ഞതിനേക്കാളും നല്ല മനോഹരമായിട്ട് അവർ ചിത്രങ്ങൾ അവർ വരച്ച് തന്നായിരുന്നു. പിന്നെ ഞങ്ങളത് പൂന്ത്ര അത് തുടങ്ങാമെന്ന് പറഞ്ഞ് ജോൺസൺ സാറ് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ നമുക്ക് 25ഓളം കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചു. ഇവിടുത്തെ കുട്ടികളെ നോക്കുമ്പോഴും ആദ്യം വന്നപ്പോഴും ഇവർക്കിങ്ങനെ, അതായത് കടൽ എന്താണെന്ന് പോലും, കടലിൻ്റെ മക്കളാണ് പക്ഷെ കടൽ എന്താണെന്ന് അവർക്കറിയില്ല. അവർ പഠിപ്പിക്കുന്നത് എന്താ മലയും എന്താ പറയുക പാടവും അങ്ങനത്തെ ഇതേ അവർക്കറിയാം. ഒരു പിക്ചർ വരയ്ക്കാൻ പറയുമ്പോൾ അവർ വരയ്ക്കുന്നത് ഒരു മല, ഒരു പുഴ, 2 തെങ്ങ്, ഒരു വള്ളം, ഒരു സൂര്യൻ, ഇതാണ് അവർ വരച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഇത്രയും വരയ്ക്കാൻ എത്ര വരച്ചാലും തീരാത്ത രീതിക്കുള്ള വർക്കാണ് നമ്മൾ കടലിനെ കുറിച്ചും കടൽ തീരത്തിനെ കുറിച്ചും ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് അവർക്ക് ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് അവരെയും ഇതുപോലെ തന്നെ ബീച്ചിലോട്ട് കൊണ്ടുപോയി കടപ്പുറത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തി കല്ലിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് അവർ ഓരോ ചിത്രങ്ങൾ ഓരോ വരയും അവരിങ്ങനെ വരയ്ക്കുന്ന രീതികളൊക്കെ അവർ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിമനോഹരമായിട്ടാണ് അവർ വരച്ചു തരുന്നത്. ഓരോ കുട്ടികളും വരയ്ക്കുന്നതിൻ്റെ ഓരോ പ്രത്യേകതയാണ് അവർ. അതുപോലെ തന്നെ കടലിൻ്റെ അടിത്തട്ടിലിനെ കുറിച്ചും പിന്നെ ഈ പാരിനെ കുറിച്ചൊക്കെ ജോൺ സാർ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ എനിക്കറിയാവുന്ന രീതിക്ക് അവരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു സഹോദരൻ വന്നൊരു കുറച്ച് ക്ലാസ് എടുത്ത് പിന്നെ ഇതൊക്കെ നോക്കി കുട്ടികൾ നല്ല മനോഹരമായിട്ട് വരച്ച്. പിന്നെ ഞങ്ങളൊരു എക്സിബിഷൻ മരിയനാട് ആദ്യം ചെയ്തായിരുന്നു. അത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അച്ഛൻ്റെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നല്ല മനോഹരമായിട്ട് അത് ചെയ്തു. അന്നൊരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരുന്നു. അത് നല്ല മനോഹരമായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂന്തറയിലെ കുട്ടികളെ വെച്ച് പൂന്തറ സെൻറ്റ് തോമസ് സ്കൂളിൽ വെച്ച് ഒരു ചിത്ര പ്രദർശനം നടത്തുകയും അവിടെ കുട്ടികൾക്ക് വെച്ച് പ്രോഗ്രാം ചെയ്യിപ്പിക്കുകയും പിന്നെ അതിൽ നമ്മുടെ പള്ളിയിൽ അച്ഛൻ വന്ന് ഡാർവിൻ അച്ഛൻ വന്ന് കുറച്ച് ഐഡിയകളൊക്കെ പറഞ്ഞു തന്നു. മത്സ്യത്തിനൊക്കെ കുറിച്ച് അതിൻ്റെ രീതികളെക്കുറിച്ചും പറഞ്ഞായിരുന്നു. പിന്നെ ജോൺസൺ സാറും നല്ല മനോഹരമായിട്ട് പേരൻസിനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മത്സ്യത്തൊഴിലാളികളെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഒരു കഴിവില്ലാത്തവരാണ്, ഒന്നും അറിയാത്തവരാണ്. പിന്നെ ജോൺസൺ സാറ് അവർ വെച്ചൊരു ക്ലാസ് എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പിന്നെ കുട്ടികൾ ഈ ക്ലാസ്സിനെ കുറിച്ച് വീട്ടിൽ പറയുകയും ചെയ്തപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്നത് എൻ്റെ അച്ഛനും അങ്കിൾമാരൊക്കെ ഇത്രയും കഴിവും സ്കില്ലുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാകുന്നത്. അതുപോലെ എനിക്കും ജോൺസൺ സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മനസ്സിലാക്കുന്നത് ഇത്രയും കഴിവും സ്കില്ലുള്ള ആൾക്കാരാണ് നമ്മളെ അച്ഛനും സഹോദരങ്ങളുമെല്ലാം എന്നുള്ളത് കിട്ടിയത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ പൂന്തറയുടെയും മരിയനാടുള്ള കുട്ടികളെല്ലാം ഞങ്ങൾ ചേർത്ത് അവർ 2 പേരുടെ വർക്കും ചേർത്ത് ഞങ്ങൾ സെൻറ്റ് സേവ്സ് കോളേജിൽ വെച്ച് ഒരു വലിയൊരു ചിത്ര പ്രദർശനം നടത്തി. അതിൽ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കൗൺസിലർമാരുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വാർഡ് മെമ്പർമാർ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു രീതിക്കായിരുന്നു ആ ചിത്ര പ്രദർശനം നടത്തിയത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആ പിക്ചർ കണ്ട് സങ്കടം വന്നവരുമുണ്ട്, സന്തോഷം വന്നവരുണ്ട്. അവരുടെ കുട്ടിക്കാലം അവർ പിക്ചറിലൂടെ അവർ കാണുകയായിരുന്നു. ഒത്തിരി പേരും വരുമ്പോഴവരുടെ കുട്ടിക്കാലം കണ്ടു. അതായത് നമ്മുടെ ഈ എന്താ പറയുക കടപ്പുറത്ത് നിന്ന് പഠിച്ച് ഉന്നത തലത്തിലോട്ട് പോയി കടൽ തീരം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന പോലും ആ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞുണ്ട്. അവരുടെ ചിലർ പൊട്ടിക്കരഞ്ഞു കണ്ടിട്ട്. അതായത് നമ്മുടെ തീരം നഷ്ടപ്പെട്ടു പോകുന്നതും പിന്നെ ഈ മത്സ്യത്തൊഴിലാളി ജോലി ചെയ്യുന്നതും അങ്ങനെ ഈ ചിത്രങ്ങൾ ഇത്രയും കുട്ടികൾ വരച്ച ഒരു 500-ഓളം പെയിൻറ്റിങ് അത് കണ്ട് നിൽക്കുമ്പോഴേ നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള വർക്കുകളാണ് കുട്ടികൾ ചെയ്തു വച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാണുന്നവർ അതിനേക്കാളും സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഓരോ പിക്ചറും കാണുമ്പോൾ കണ്ണെടുക്കാൻ തോന്നും. നമ്മൾ കറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത്രയും നല്ല മനോഹരമായിട്ട് കുട്ടികളുടെ പിക്ചർ വരച്ചു തന്നിട്ടുണ്ട്. കടലും കടപ്പുറവും കടപ്പുറത്തെ മനുഷ്യരുമെല്ലാം തോമസ് എന്ന ചിത്രകാരൻ്റെ ക്യാൻവാസുകളിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാനാകാത്ത ജീവനുള്ള കണികകളാണ്. തൻ്റെ ചുറ്റുമുള്ള തീര ആവാസ വ്യവസ്ഥയെയും
ബാല്യകാലം തൊട്ടേ താൻ ആവാഹിച്ചെടുത്ത കടലറിവുകളെയും ചിത്രങ്ങളിലേക്ക് പകർത്തിവെക്കുകയാണ് അദ്ദേഹം. ഇന്നിനും വരാനിരിക്കുന്ന തലമുറകൾക്കും കടലിൻ്റെ വിസ്മയങ്ങളെപ്പറ്റിയും കടൽ മനുഷ്യരുടെ ജീവിത വ്യവഹാരങ്ങളെക്കുറിച്ചും അറിയാനും പഠിക്കാനും പ്രചോദനമേകുന്ന ജീവസുറ്റ ചരിത്രരേഖ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രവും. സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ മാറിയാലും, കാലം എത്രയൊക്കെ മുന്നോട്ട് പ്രയാണം ചെയ്താലും, കലയും കലാകാരനും കടലുമായുള്ള ആത്മബന്ധം എക്കാലവും ദൃഢമായി തുടരുമെന്ന് അദ്ദേഹം തൻ്റെ സൃഷ്ടികളിലൂടെ അടിവരയിട്ടുറപ്പിക്കുന്നു. ചരിത്രത്തിൽ അടയാളപ്പെടുത്തലുകളില്ലാതെ അവഗണിക്കപ്പെട്ട മനുഷ്യരുടെ വേരുകൾ ഇവിടെയുണ്ടെന്ന് തൻ്റെ വരകളിലൂടെ വിളിച്ചോതി ഇന്നും തൻ്റെ സർഗാത്മക പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പൂന്തുറയിലെ ആർട്ടിസ്റ്റ് തോമസ്.